മുകളിലേക്ക് അഞ്ചാ പച്ചവെള്ളം മതി, ജീരവെള്ളം കുടിക്കില്ല. ഓ, പാത്രമായിട്ട് കേറുമ്പോ നോക്കണം കേട്ടോ. മൂന്നാമത്തെ കോണിപ്പിടി വല്ലാണ്ട് ഇളകും. കിടക്കുമ്പോ തെക്കേ ജനൽ അടച്ചോളൂ കേട്ടോ. വടക്കേലെ പൂച്ച അതിലാണ് എന്നും വരിക. എത്ര കാലമായി വന്നിട്ട്? കുറച്ചേ ഉള്ളൂ. അമ്പലക്കുളത്തിലാണോ കുളിക്കുന്നത്? തൃപ്പടിയിൽ പണം വെച്ച പൂ വിരിയും. പൂ വിരിഞ്ഞ അനുഭവമാണെന്ന് പറയുന്നത് ശരിയാ? അങ്ങനെ എല്ലാരും പറയണേ. കുഞ്ഞുമോൾ എന്താ പരീക്ഷിക്കാത്ത? വിളിക്കാൻ വരട്ടെട്ടോ. ഒറ്റ മിനിറ്റ്. മുളക് സമ്മന്തി അരച്ചിട്ടില്ല. ചട്നി പറ്റില്ലേ? മുളക് സമ്മന്തി നിർബന്ധമാണോ? അങ്ങനെ പറയണേ. എന്നെക്കാളും ദാസേട്ടന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും കുഞ്ഞുമാളിനാവും അറിയാം. അരച്ചോളൂ. കുഞ്ഞുമാളിനെ കുറെ ഏറെ ഒന്ന് പഠിപ്പിക്കാനുണ്ടാവും. കുഞ്ഞുമാളോ, നീ വേണമെങ്കിൽ ഇന്നൊന്ന് വീട്ടിൽ പോയിട്ട് വന്നോളൂ. രത്നം ഉണ്ടല്ലോ ഇവിടെ. നിന്റെ അമ്മാമ്മയുടെ മക ഇന്നലെ അച്ഛനേരെ കണ്ടു പറഞ്ഞത്രേ. വൈകുന്നേരത്തേക്ക് വരണം. ദാസേട്ടൻ ഇന്ന് പോവാണ്. നീ വേണം എനിക്ക് തുണക്കി കിടക്കാൻ. ഞാൻ പോണില്ല. നിന്റെ മുത്തശ്ശി വയ്യാതെ കിടക്കല്ലേ? ഒന്ന് പോയി കണ്ടു വന്നോളൂ കുട്ടി. പോയി വാ കുട്ടി. ഇവളുടെ അമ്മാവിടെ മകനെ ഒരുത്തനുണ്ട്. ഇവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഇവൾക്കാണെങ്കിൽ ഭയങ്കര മടി. അതെന്താ? അവൾക്ക് ഇഷ്ടമില്ലാച്ച പിന്നെ നമ്മൾ നിർബന്ധിച്ചാ പറ്റുമോ? ദാസേട്ടൻ എന്ത് പറഞ്ഞു? അവൻ എന്ത് പറയാനാ? അവന്റെ പുസ്തകങ്ങളും കുത്തിക്കുറിക്കലും അല്ലാണ്ട് വേറെ എന്തിലാ അവനൊരു താല്പര്യം? ഞാനത് ചോദിക്കാൻ മറന്നുപോയി. എങ്ങനെയുണ്ട് എന്റെ അമ്മൂമ്മയ്ക്ക്? അറിയില്ല. നീ എന്താ ഉച്ചയ്ക്ക് തന്നെ ഓടിപ്പോന്നത്? അയാളുടെ ചീത്ത വെക്കാൻ എനിക്ക് വയ്യ. ഇത്തിരി കുടിക്കുകയും ചെയ്യും. ഇത്തിരി കുടിക്കുന്നത് ഇപ്പോഴും യോഗ്യതയാണ്. ദാസേട്ടനും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അയാൾ നിന്റെ അമ്മാവന്റെ മകനല്ലേ? ഇതെന്താ ഇത്? ഓ, ഇതാണല്ലേ വിശേഷമുള്ള പൂവ്. എന്നാ ദാസേട്ടന് വിശ്വാസം തുടങ്ങിയതാവോ? ദൈവങ്ങളാണ് ആളുകളെ ചൂഷണം ചെയ്യുന്ന വലിയ മുതലാളിമാര് എന്നൊക്കെയാണല്ലോ പ്രസംഗം. ഞാൻ കുറ്റം പറയില്ല. ഇഷ്ടമില്ലാത്തവരെ കല്യാണം കഴിക്കാൻ പ്രയാസം തന്നെയാണ്. നിനക്ക് അയാളെ ഇഷ്ടമില്ലല്ലേ? ഇനി ആ പടി ചവിട്ടിയ കാല് കൊത്തി നിർക്കുന്ന പറഞ്ഞ്. അതൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞതാവും. ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ? നിന്റെയും കൂടെ വീടില്ലേ അത്? കുഞ്ഞാളോ, നിങ്ങളെ കണിച്ചിട്ട് കിടന്നോളൂ. അമ്മണി, ഒന്നവിടെ നിൽക്കൂ. നിന്നെ പുറത്തേക്ക് കാണണേയില്ലല്ലോ. ഏടത്തും കുട്ടികളും പോയാ പിന്നെ നിനക്കെന്താ അത്ര തിരക്ക്? സുഖമില്ല കുട്ടി. പടി വരെ 3-4 പ്രാവശ്യം ഞാൻ വന്നു. അകത്ത് വരായിരുന്നില്ലേ? നാളെ കാണോ? വരാം. കുഞ്ഞുമോള്, ഏതേ കുട്ടി? അമ്മണി. ശാരത്തെ. വാ പോകാം. നാളെ നേരത്തെ എണീറ്റ് അമ്പലക്കുളത്ത് വരണം നമുക്ക്. എന്തിന്? കാര്യമുണ്ട്. ഞാനും തൃപ്പടിമേൽ പണം വെച്ച് ഒരു കാര്യം അറിയാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരീക്ഷിക്കാൻ പാടില്ല എടുത്തി. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങള് പറഞ്ഞു തരേണ്ടത് ആരാ? ഭഗവാനല്ലേ? അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. നാളെ പൂവിരിയാൻ നോക്കാം. വീട് ശരിയായിട്ടുണ്ട്. ഞങ്ങൾക്കിനി മാറാം. ലീവ് എടുക്കാതെ കഴിക്കാമല്ലോ, അല്ലേ എന്നെ? നിങ്ങൾക്ക് പണിക്കൊരാള് വേണ്ടേ? കുഞ്ഞുമോളിനെ കൊണ്ടുപോവാം. അപ്പൊ ഇവിടെയാ? അമ്മയും പോന്നോട്ടെ. അച്ഛനോടുള്ളതുകൊണ്ട് വീട് പൂട്ടിട്ട് വന്നാൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഏതായാലും ഈ തറവാട് വിട്ട് എങ്ങോട്ടും ഇല്ല മക്കളെ. എടുത്തി പരീക്ഷിക്കാൻ വെച്ചിട്ടാ പൂ വിരിയാത്തത്.
മറുപടി കിട്ടാത്തതാവും കുഞ്ഞുമാളു ചിലപ്പോൾ ശരിക്കുള്ള ഉത്തരം. നീ വരുന്നില്ലേ എന്റെ കൂടെ? ഏടത്തേക്ക് ഇഷ്ടം നിനക്കിഷ്ടാണോ? അമ്മയുടെ കൂടെ വെച്ചാൽ അങ്ങനെ, ഏടത്തിന്റെ കൂടെ വെച്ചാൽ അങ്ങനെ. നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിനക്ക് സ്വന്തം തീരുമാനമൊന്നുമില്ലേ? എന്നെ പോലുള്ള ഒരു തീരുമാനം എടുത്തിട്ട് എന്താ കാര്യം? എന്റെ കുറെ പഴയ സാരി ഉണ്ട്, 4 എണ്ണ കുട്ടിക്ക് കൊടുക്കാൻ പോവാ. ആർക്ക്? കുഞ്ഞുമാളിന്. വൈകുന്നേരം അവളെ സാരി ഉടുപ്പിച്ച് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് നടക്കാൻ. സുന്ദരിയല്ലേ? വെറുതെ സാധുക്കളെ ദ്രോഹിക്കണ്ട. പെൺകുട്ടികളല്ലേ, അവർക്ക് മോഹം ഉണ്ടാവില്ലേ? കുഞ്ഞുമാളി എവിടെ നിന്ന്? അവള് പശുവിനെ മാറ്റിക്കിട്ടെ. ഹരിദാസ് കിഴക്കുംപാട്ട്. മാളകുട്ടിയമ്മ കിഴക്കുംപാട്ട്. കിടക്കുമ്പോ തെക്കേ ജനാല അടച്ചോളൂ കേട്ടോ. വടക്കേലെ പൂച്ച അതിലെ ഒന്നും വരിക. പുതുതായിട്ട് മാറ്റം വന്ന ഓഫീസർക്ക് എന്ത് സ്നേഹമാണെന്ന് വെച്ചു നേരെ. നമ്മുടെ നമ്പ്യാര് സാറല്ലേ, ഹരിദാസിന്റെ അച്ഛന്റെ സ്വന്തം ആളായിരുന്നു. എന്താ നിശ്ചയിച്ചത്? നാളെ പുറപ്പെടാം. അച്ഛൻ നായർ പറയണു നാളും ദിവസമൊക്കെ നല്ലതെന്ന്. നാളെ നല്ല ദിവസാ കുട്ടികളെ, പുറപ്പെട്ടോളൂ. അച്ഛനാരെ, കുഞ്ഞുമാളിന്റെ വീട്ടിൽ പറഞ്ഞേക്കൂ. പറയാതെ കൊണ്ടുപോകുന്നത് ശരിയല്ല. ഞാൻ അവളെ എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി ഞാൻ മാത്രമായി ഈ വീട്ടില് അല്ലേ? മാളൂട്ടിയമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. വിളിച്ചാ വിളി കേൾക്കുന്നിടത്തല്ലേ ഈ അച്ഛൻ നായർ. ഞാൻ അക്കരെ വെളുത്തേടത്ത് പോയി വിവരം ഒന്ന് പറഞ്ഞിട്ട് വരാം. നമുക്ക് അവിടെ വേറെ ആളെ കിട്ടും. അവളെന്തിനാ? അതൊക്കെ അസൗകര്യമാവും. അത് പാവാണ്. പോകുമ്പോൾ എന്തെങ്കിലും കൊടുത്തേക്കൂ, അത് മതി. എത്ര? പഴയ ചില സാരിയൊക്കെ കൊടുത്തില്ലേ, വല്ല 10-25 കൊടുത്തേക്കൂ. അത് മതിയോ? ഓ, ധാരാളം. ചെയ്ത സേവനങ്ങൾക്കെല്ലാം കൂടി എന്റെ 4 പഴയ സാരി, ദാസേട്ടന്റെ 25 രൂപ മതിയോ? പിന്നെന്ത് വേണമെന്നാണ് രത്നം പറയുന്നത്? സഹതാപം അത്ര മതി. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ മുമ്പിലും പരിസരത്തിലും കാണുമ്പോൾ വലിയ അസ്വസ്ഥതയാവും അല്ലേ? ആരെയും ആവശ്യമില്ലാതെ ആശിപ്പിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ദാസേട്ടന്റെ മിടുക്ക്. പക്ഷേ മോഹിപ്പിച്ച് അടുപ്പിച്ച് പിന്നെ വലിച്ചെറിയുന്നത് തെറ്റാണ് ദാസേട്ടാ. അവൾക്ക് അവിടെ ഒരു കല്യാണ ആലോചനയോ മറ്റോ ഉണ്ടെന്ന് കേട്ടല്ലോ. നമ്മൾ എന്തിനു ബുദ്ധിമുട്ടിപ്പിക്കണം? ഓ, അതും ഒരു സൗകര്യം. പക്ഷേ ദാസേട്ടൻ ആള് വിദഗ്ധനാണ്. രത്നം എന്താ പറഞ്ഞത്? ക്ലവർ. ദാസേട്ടൻ മിടുക്കനാണെന്ന്. ഒരപകടം ഉണ്ടാക്കിയില്ലല്ലോ. അപവാദം, സത്യാഗ്രഹം, ഭീഷണി. യു ആർ ക്ലവർ, വെരി വെരി ക്ലവർ. രത്നം, ഐ വാണ്ട് യു. ഞാൻ പലപ്പോഴും ആണുങ്ങളെ പറ്റി ആലോചിക്കാറുണ്ട്. സപ്പോസ് ഫോർ ആർഗ്യുമെന്റ് സേക്ക്, സപ്പോസ് ഫോർ ദ സേക്ക് ഓഫ് എ ഹൈപ്പോത്തസിസ്. പഠിച്ച ലോജിക്ക് വെക്കേണ്ടത് വെച്ചാൽ മതി.
ഇടയ്ക്ക് പൊടി തട്ടിയെടുത്തില്ലെങ്കിൽ എന്ത് പ്രയോജനം? സപ്പോസ് നമ്മുടെ കല്യാണ രാത്രിയിൽ ഞാനൊരു കന്യകയല്ല എന്ന് കണ്ടിരുന്നെങ്കിൽ ദാസേട്ടന്റെ റിയാക്ഷൻ എന്തായിരിക്കും? അവള് വേലക്കാരി. ഏത് കണ്ടീഷനിൽ ഏൽക്കാൻ ഏതെങ്കിലും സാധുക്കൾ ഉണ്ടാവും അല്ലേ? നിന്റെ സ്വപ്നത്തിലെ ആരാമത്തിലൊരു മുട്ട് കരിഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ ചാമ്പൽ വീഴും എന്നാമത്തെ ഒരു കവിതയില്ലേ? ദാസേട്ടൻ ചൊല്ലിത്തന്നതാണ്. എഴുതിയതും ദാസേട്ടൻ തന്നെയല്ലേ? ആയിരിക്കാം. അതിന് ചുമ്മാ ചോദിച്ചതാ. വന്നു കയറുമ്പോഴേക്കും തലേ കയറാൻ നോക്കണ്ട. വിനീത വിധേയ ദാസികളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. യു ഹിപ്പോക്രാറ്റ്, യു മിസറബിൾ ഹിപ്പോക്രാറ്റ്. അമ്മേ, ഞാൻ പുറത്തറിയണ്ട. ഇപ്പൊ തന്നെ ഇങ്ങനെ തുടങ്ങിയ കുട്ടികളെ നിങ്ങൾ എവിടെ എത്തും? വീട് ഞാൻ പൂട്ടിയിടാണ്. ഞാനും പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ. വേലക്കാരുടെ പ്രശ്നം ഇനി ഇവിടെ ആരും പറയരുത്. രണ്ടാൾക്ക് വെച്ച് വിളമ്പി കൊടുക്കാൻ എനിക്ക് ഇപ്പോഴും കഴിയും. ആ കുഞ്ഞുമാളു, ഞാൻ ഇവരുടെ കൂടെ പോവാണ്. കുഞ്ഞുമാള് വീട്ടിൽ പോയിക്കോ. ഇനി ആളെ ആവശ്യം അച്ഛനോട് പറഞ്ഞയക്കാം. എന്നാ ഇത് വെച്ചോ. ആ പെണ്ണിനെ കാണാനില്ല. പോയാവോ? രാത്രി ഒന്നും പറഞ്ഞില്ല. രാവിലെ പോവുകയാണെങ്കിൽ അവൾ യാത്ര പറയാതെ പോവില്ല. അവളുടെ മുണ്ടും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പൈസയും കൂടി. എന്നാ കുളിക്കാൻ പോവാവും. അടുക്കള തുടച്ച് വെള്ളം കോരി വെച്ചിട്ടേ സാധാരണ പോവാറുള്ളൂ. അമ്പലക്കുളത്തില് ഒരു പെണ്ണുങ്ങളുടെ ശവം പൊന്തിക്കിടക്കുന്നു. എന്റെ ഭഗവാനെ, അറിഞ്ഞില്ലേ? അമ്പലക്കുളത്തിൽ ഒരു സ്ത്രീയുടെ ശവം. ആരെന്ന് ഒന്ന് അന്വേഷിക്കൂ. സേഫ്റ്റി മെത്തേഡ്സ് അറിയും പഠിച്ചവർക്കെന്നാ ഞാൻ കരുതിയത്. തെറ്റ് പറ്റിപ്പോയല്ലോ എന്റെ ബിരുദനായ ദാസേട്ടനും. നിന്റെ സാധനങ്ങളൊക്കെ എടുത്തില്ലേ? കുട്ടി, ഞാൻ വരട്ടെ. അപ്പോ താൻ റൊട്ടിപ്പണിക്ക് പോയില്ലേ? ഇല്ല. വിഴുപ്പലക്കാൻ ആരെങ്കിലും വേണ്ടേ ഈ ദേശത്ത്? എവിടെയാണ് നിന്റെ ഭാണ്ഡം? വാടി.